കൂണുകൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ പല കൂണുകൃഷിയുടെയും വീഡിയോസും കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ കൂണുകൃഷിയിൽ എല്ലാവരും വരുമാനം എത്രയാണെന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ അതിലൊരുപാട് പ്രതിസന്ധികൾ വരുന്നുണ്ട്. പല രോഗങ്ങളും പല പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയിൽ ഈ പ്രശ്നങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കൂണുകൃഷിയിൽ ഉണ്ടാകുന്ന പല പരാജയങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ പറയാം. കൂടാതെ കുറച്ച് നമ്മുടെ ആളുകളുടെ സംശയങ്ങൾ ചോദിച്ചതും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിൽ തന്നെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് കൂണുകൃഷി തുടങ്ങിയത് നമ്മുടെ വീടിൻ്റെ ഒരു ചെറിയൊരു ബാത്റൂമായിരുന്നു. അപ്പോൾ അതിൽ നമ്മളൊന്നും ചെയ്യാത്ത ബാത്റൂം ആയതുകൊണ്ട് ഫ്രീ ആയിട്ടൊരു മുറിയാണ്. അപ്പം ഞാൻ അതിലാണ് കൂണുകൃഷി തുടങ്ങിയത്. അപ്പോൾ കൂണുകൃഷി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാവരും ലക്ഷങ്ങൾ കിട്ടും അതെല്ലാം കണ്ടിട്ട് വളരെയധികം, അതായത് കുറേ കാശ് മുടക്കി ലോൺ എടുത്ത് വളരെയധികം ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഒരു കുട്ടിയെ പരിപാലിക്കുന്നത് എങ്ങനെ എന്നുള്ള പോലെ തന്നെ നമ്മൾ കൂണിനെ പരിപാലിക്കാൻ പഠിക്കണം ആദ്യം. അതായത് ഒരു 4-5 ബെഡ്, അല്ലെങ്കിൽ വേണ്ട ഒരു 10 ബെഡ് ഇട്ടു. 10 ബെഡിൽ നമ്മൾ തുടങ്ങാം. അപ്പോൾ അത് ചെയ്ത് നമ്മൾ എങ്ങനെ അതിൽ നിന്ന് വിളവ് കിട്ടും, അതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നു, കുറേ സംശയങ്ങളുണ്ടാവും ഈ 10 ബെഡ് ചെയ്യുമ്പോൾ തന്നെ. അത് ഒരു പരിധി വരെ ഒരു 90%, വേണ്ട 50% എങ്കിലും നിങ്ങൾ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു 50 ബെഡ് ഇടുക. 50 പിന്നെ അത് 100 ആക്കാമല്ലോ. അങ്ങനെ നിങ്ങൾ പതിയെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ വരാതെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൂണ് ചെയ്യും, ബെഡ് ചെയ്യും. ഈർപ്പം ഇപ്പോൾ വൈക്കോലില ചെയ്യുന്നതെങ്കിൽ ഈർപ്പം കാണുമ്പോൾ നമുക്ക് പാകത്തിനാണെന്നൊക്കെ തോന്നും. പക്ഷെ ഈ വൈക്കോലിൻ്റെ ട്യൂബിനുള്ളിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. ആ വെള്ളം അതിൽ കെട്ടിക്കിടന്ന് അതിൽ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞ് വരുന്ന ആവി വെള്ളം അതും കൂടി വന്നു കഴിയുമ്പോൾ നനവ് അധികം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബെഡിൽ പച്ച നിറത്തിലുള്ള ഫംഗസ് വരും. അപ്പോൾ അത് തന്നെ ബെഡ് കേടായി പോകും. പിന്നെ ചില ഭാഗങ്ങളിൽ മഞ്ഞ നിറായി അതിങ്ങനെ പഴുത്ത വെള്ളം പോലെ കെട്ടി നിൽക്കും. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മുടെ മൈസീലിയം മുഴുവൻ വളർന്നു കയറി ഇത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഈർപ്പം നമ്മൾ കറക്റ്റ് ആക്കാനായിട്ട് ആദ്യം തന്നെ പഠിക്കണം. അപ്പോൾ നമ്മൾ വൈക്കോലിൻ്റെ നനവ് നോക്കി പഠിക്കണം. അതാണ് ആദ്യം. അത് നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് നേടുന്ന, ഒരാൾക്ക് പറഞ്ഞു തന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല ശരിക്കും. അപ്പം നമുക്ക് നനവ് ഇത്ര വേണമെന്ന് പറഞ്ഞു തരാം എന്നുള്ളതല്ലാതെ നമുക്കത് ചെയ്ത് നമുക്ക് പരിചയത്തിലൂടെ നേടിയെടുക്കുന്നത് ഈർപ്പം കറക്റ്റാക്കുന്നത്. അപ്പം നമുക്ക് അത് അങ്ങനെ വൈക്കോല്, ആർക്കപ്പൊടി, ആർക്കപ്പൊടി ആകുമ്പോൾ അത്ര നനവ് വരില്ല. അത് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഈർപ്പം ഒരു 50% നമ്മൾ നോക്കി ചെയ്താൽ മതി. പിന്നെ അതിൽ ആവിവെള്ളം വന്നു കഴിയുമ്പോഴാണ് ഈർപ്പം കൂടുതൽ വരുന്നത്. അത് നമ്മുടെ കാലാവസ്ഥയുടെ നോക്കി അതും ചെയ്യുക. പിന്നെ നമുക്ക് പ്രാണിശല്യം വരാവുന്നതാണ്. പ്രാണിശല്യം വരും. വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു പ്രതിവിധിയും കൂടെ ഞാൻ അതിൻ്റെ കൂടെ പറയാം. നമുക്ക് വേപ്പെണ്ണ, ആവണക്കെണ്ണ ഇതൊക്കെ ഉണ്ടല്ലോ. ഇത് നമുക്ക് വേപ്പെണ്ണ എടുത്തിട്ട് ബെഡിൽ തൂത്ത് വെച്ചിട്ട് ബെഡ് കെട്ടി വെക്കാം. അപ്പോൾ കുറേ ഒരു പരിധി വരെ ഈച്ച ശല്യം കുറയ്ക്കാൻ പറ്റും. നമുക്ക് മരുന്നുകളെന്ന് പറയാനായിട്ട് ആവണക്കെണ്ണയും വേപ്പെണ്ണയാണല്ലോ നമ്മുടെ കൂണുകൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വേറെ പുറത്തുനിന്ന് മറ്റുള്ള ഒരു മരുന്നുകളും ഉപയോഗിക്കാൻ പറ്റില്ല. ഫിലിമുകളിൽ ആവണക്കെണ്ണ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഈച്ച വരുന്ന കൂടുതൽ ഭാഗങ്ങളിൽ തൂക്കിയിടുക. അതുപോലെ നമുക്ക് രാത്രി സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ട് എക്സ്റേ ഫിലിം തൂക്കിയിട്ടിട്ട് അതിനടുത്തൊരു ചെറിയ ലൈറ്റ് ഇട്ട് കൊടുക്കാം ഏതെങ്കിലും ഒരു മൂലഭാഗത്ത്. അപ്പോൾ നമുക്ക് ഈച്ചകളെല്ലാം ആ ഭാഗത്തോട്ട് വന്നിട്ട് ആ എക്സ്റേ ഫിലിമിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിലും ഈച്ചകളെ പിടിച്ച് കളയാൻ പറ്റും. ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു രീതിയാണ്. നമുക്ക് വരുമാനം കൂട്ടി ചെലവ് കുറച്ചിട്ട് വരുമാനം കൂട്ടുക. അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ന്യൂജൻ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറണ്ട് തന്നെ നല്ലൊരു ബില്ല് വരും. അതുപോലെ ഒത്തിരി എക്സ്പെൻസ് വരുന്നുണ്ട് പുതിയ രീതിയിലുള്ള ചെയ്യുമ്പോൾ. ഇപ്പം ഞാനീ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ചിലവ് വരുന്നില്ല. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ തുടക്കക്കാർ ഇങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്ത് നിങ്ങൾ സക്സസ് ആകുമ്പോൾ വലിയ രീതിയിലോ ന്യൂജൻ രീതിയിലോട്ടും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ലോണൊക്കെ എടുത്ത ആളുകൾ തുടങ്ങുമ്പോൾ പിന്നീടത് പ്രശ്നങ്ങൾ വന്ന് അവർ മാനസികമായിട്ട് പല പ്രതിസന്ധികളും നേരിടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാനാണ് ഞാൻ ഈ ചിലവ് കുറഞ്ഞ മാർഗം നിങ്ങൾക്ക് പറയുന്നത്.
അപ്പോൾ നമുക്ക് പിന്നെ വേറെ ബെഡിന് നമുക്ക് വരാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിശല്യം ഭയങ്കരമായിട്ട് വരും. ഈ കൂണ് നമ്മൾ ബെഡ് കെട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും, കാരണം നമുക്ക് ഈ കൂണിൻ്റെ വിത്ത് ഉണ്ടാക്കുന്നതിന് ഒരു മീഡിയം ഉണ്ടല്ലോ, അപ്പോൾ അത് ഒന്നുകിൽ ചോളമായിരിക്കും, ഗോതമ്പായിരിക്കും, നെല്ലായിരിക്കും. ഇതിലേതെങ്കിലും ഒരു സാധനമാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ബെഡിലിട്ട് കെട്ടി വെച്ച് കഴിയുമ്പോഴേക്കും എലികൾ വന്നിട്ട് നമ്മൾ ബെഡ് കെട്ടിയ ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും തന്നെ എലി വന്നു തുടങ്ങും. കാരണം ഈ സ്പോറുകൾ വളർന്നു തുടങ്ങുമ്പോഴേക്കും ചെറിയ സ്മെല്ല് വന്നു തുടങ്ങും. അപ്പോൾ ഈ സ്മെല്ല് വന്നു കഴിയുമ്പോൾ എലി അയലക്കത്തെ വീട്ടിൽ നിന്ന് വേണമെങ്കിലും വരും. അപ്പോൾ ഈ എലികളെല്ലാം വന്നിട്ട് നമ്മുടെ ഷെഡിനകത്ത് കയറി, നെറ്റാണെങ്കിൽ ആ നെറ്റ് തുളച്ച് കയറും. അപ്പോൾ അത് മുഴുവൻ തുരന്ന് കളയും. അപ്പോൾ നമുക്ക് ഇതിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ എലിക്കണി മാത്രമേ പറ്റുള്ളൂ. എലിക്കണി വെച്ച് കൊടുക്കാം. പിന്നെ പശ, മൗസ് ഫ്ലൂ ട്രാപ്പ് മേടിക്കുക. അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എലികളെ പിടിക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ അടുത്ത് കൂടുതലായി ആളുകൾ ചോദിക്കുന്ന, അതായത് ഞാൻ കേൾക്കുന്ന കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ ഇവിടെ പറയാം. Do we need any license to start mushroom farming? നമുക്ക് ചെറിയ തോതിൽ കൂണ് കൃഷി ചെയ്യുന്നതിന് ലൈസൻസിൻ്റെ ആവശ്യമില്ല. നമ്മൾ ലാർജ് സ്കെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ലൈസൻസ് വേണം. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു വ്യവസായ രജിസ്ട്രേഷൻ നമുക്ക് ആവശ്യമാണ്. അടുത്തുള്ള അക്ഷയ പോയി കഴിഞ്ഞാൽ എടുക്കാവുന്നതേ ഉള്ളൂ. What is the approximate initial investment? കൂണ് കൃഷി തുടങ്ങുന്നതിന് വലിയ മുതൽ മുടക്കൊന്നും വരുന്നില്ല. തുടക്കക്കാർക്ക് ഒരു 1000 രൂപ മുതൽ നമുക്ക് കൂണ് കൃഷി തുടങ്ങാവുന്നതേ ഉള്ളൂ. അത് പിന്നെ ലാർജ് സ്കെയിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ഫണ്ട് അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും അത് മുടക്കാവുന്നതാണ്. Ideal temperature for growing oyster mushrooms. ശരിക്കും നമുക്ക് ഇതിന് വേണ്ട ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിഗ്രി താഴെയാണ്. അതായത് ഒരു 22 ഡിഗ്രിക്കും 28 ഡിഗ്രിക്കും ഇടയ്ക്ക് നിൽക്കുന്നതാണ് ഏറ്റവും നല്ല വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത്. Can this be done at home in small spaces? നമുക്ക് കൂണ് കൃഷി എവിടെ വേണമെങ്കിലും ചെയ്യാം. നല്ല ക്ലീൻ ആയിട്ടുള്ള സ്പേസിൽ നമുക്ക് ചെയ്യാം. വീട്ടിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാം. പക്ഷെ എല്ലാം നല്ല വൃത്തിയായിരിക്കണം. How do you manage humidity while growing? ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് സൈഡിൽ ചാക്ക് നനച്ചിട്ടോ അങ്ങനെയൊക്കെ. അത് ചിലവ് കുറഞ്ഞൊരു മാർഗ്ഗമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതായത് പുതിയ രീതിയിൽ നമുക്ക് മിസ്റ്റ് ഒക്കെ ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് 2 പ്രാവശ്യം ദിവസം 1-2 ചൂടിൻ്റെ അനുസരിച്ച് നനച്ചു കൊടുക്കാം. What all byproducts can we make from mushrooms? നമുക്ക് മഷ്റൂമിൻ്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് അച്ചാർ, കട്ട്ലറ്റ്, പപ്സ്, ബിരിയാണി, ഫ്രൈ, ഡീഹൈഡ്രേറ്റഡ് മഷ്റൂം, മഷ്റൂം സൂപ്പ്, മഷ്റൂം പൗഡർ, അതുപോലെ പല പല ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. How many days does it take to harvest after spawning? നമുക്ക് സാധാരണയായി ബെഡ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ 18 മുതൽ 25 ദിവസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാം. അതായത് കൂണിൻ്റെ മുള കണ്ട 3-ാം ദിവസം നമുക്ക് പറിച്ചെടുക്കാം. What should beginners avoid while starting? 1000-2000 ചെറിയ മുതൽ മുടക്കിൽ ചെറിയ രീതിയിൽ തുടങ്ങിയതിന് ശേഷം അത് സക്സസ് ആകുമ്പോൾ വലിയ രീതിയിൽ ലോൺ എടുത്തൊക്കെ തുടങ്ങാൻ ശ്രമിക്കുക. തുടക്കത്തിലെ തന്നെ ലോൺ എടുത്ത് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. പിന്നെ ഈർപ്പം എല്ലാം കൺട്രോൾ ചെയ്യുക. ഇൻഫെക്ഷനുകൾ വരാനുള്ള, അതായത് പച്ച, പൂപ്പല്, പായല് അങ്ങനെയെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. പ്രാണിശല്യം തുടങ്ങിയവയൊക്കെ ശ്രദ്ധിക്കുക. What's one small secret for running a good mushroom business? നമുക്ക് ക്ഷമയും വൃത്തിയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു താല്പര്യവും, ഇതാണ് നമുക്ക് കൂൺ കൃഷിയുടെ വിജയത്തിനായിട്ടുള്ള സീക്രട്ട്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെറിയ തോതിൽ കൂൺ കൃഷി തുടങ്ങാം. നിങ്ങളെല്ലാവരും കഴിവതും നിങ്ങളുടെ ആവശ്യത്തിനുള്ളതെങ്കിലും കൃഷി ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഒരു വരുമാന മാർഗമായിട്ട് ചെയ്യുകയാണെങ്കിലും നന്നായിരിക്കും. Thank you for watching. Subscribe for more videos.